നിങ്ങൾ ട്വിൻസ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ട്വിൻസ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഐഡൻറ്റിക്കലും അതുപോലെ തന്നെ നോൺ ഐഡൻറ്റിക്കലും. ട്വിൻസിൻ്റെ കുറേ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളും എങ്ങനെ ട്വിൻസ് ഉണ്ടാകുന്നു, ഏതൊക്കെ തരമുണ്ട് എന്നൊക്കെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ട്വിൻസ് ഉണ്ടാവാൻ പോസിബിലിറ്റി കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. കുറച്ച് ടിപ്സ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം. അമ്മയുടെ പ്രായം 30 വയസ്സിന് മുകളിലാണെങ്കിൽ ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത അധികമാണെന്നാണ് പറയുന്നത്. ഇനി നമ്പർ ഓഫ് പ്രഗ്നൻസീസ് അധികമാവുന്നതിനനുസരിച്ച് ട്വിൻസ് ജനിക്കാനുള്ള സാധ്യതയും അധികമാണ്. അമ്മയുടെ ഉയരം കൂടുതലാണെങ്കിൽ കൂടുതൽ പോസിബിലിറ്റി എന്നും ഉയരം കുറഞ്ഞുള്ള സ്ത്രീയാണെങ്കിൽ പോസിബിലിറ്റി കുറവാണെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ചധികം നാൾ തന്നെ ലാക്ടേറ്റിംഗ് ആയിരുന്നു, ആ സമയത്താണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നത് എങ്കിലും ഇങ്ങനെ ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും അധികമാണെന്നും പറയുന്നുണ്ട്. ചില ഫാമിലികളിൽ ട്വിൻസ് അധികമായിട്ട് കാണാറുണ്ട്. അതൊരു ട്വിന്നിങ് ജീനിൻ്റെ പ്രസൻസ് ആണെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്കുണ്ടോ? ഇനി നമ്മുടെ ഭക്ഷണ കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫാക്ട്സ് നോക്കാം. നിങ്ങൾ പാലും പാലുൽപ്പന്നങ്ങളും അധികമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ട്വിൻസിനുള്ള പോസിബിലിറ്റി അധികമാവുന്നും കൂടെ പറയും. പാലിൽ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, അതായത് IGF ഉണ്ടെന്നും അത് നിങ്ങളെ ഓവറിയെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയും കൂടുതൽ ഓവർ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനെ എതിർക്കുന്നവരും ഉണ്ട് കേട്ടോ. നിങ്ങൾ ചേന, മധുരക്കിഴങ്ങ്, അതുപോലെ തന്നെ കപ്പ ഇതൊക്കെ അധികം കഴിക്കുന്ന ആളുകളാണോ എങ്കിൽ നിങ്ങൾക്ക് ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത അധികം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്വിൻസ് ഉണ്ടാവുന്നത് നൈജീരിയയിലാണെന്നാണ് പറഞ്ഞത്. അവിടുത്തെ ഒരു പ്രത്യേക വർഗ്ഗക്കാർ ഈ ചേന, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, ടപ്പിയോക്ക ഇതൊക്കെ അധികം കഴിക്കുന്നുണ്ടെന്നാണ് പറയണത്. ഇവയെല്ലാം തന്നെ നിങ്ങളെ ഓവറീനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും മാസത്തിൽ ഒരു ഓവം, അതായത് ഒരു അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം 2 അതിലധികമോ ഓവം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടാവുന്നു എന്നാണ് പറയണത്. ഗ്രാമ്പു കഴിക്കുന്നതിലൂടെയും ഓവറിയെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാനും സാധ്യത ഉണ്ട് എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും 100% സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ഒന്നും അല്ല. നിങ്ങളെ BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ് 30-ന് മേലെയാണ്, അതായത് പൊണ്ണത്തടിയുടെ ഒരു പ്രശ്നമുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ട്വിൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി അധികമാണെന്നാണ് പറയണത്. നിങ്ങൾ ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ക്ലോമിഡ് പോലെയൊക്കെയുള്ള മെഡിസിൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗൊണാഡോട്രോപ്പിൻ്റെ ഇഞ്ചക്ഷൻസും തരാറുണ്ട്. ഈ മെഡിസിൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഓവർ ഉണ്ടാക്കാനും അതുവഴി ട്വിൻസോ അതോ ട്രിപ്ലറ്റോ ക്വാഡ്രപ്പിളോ ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയും അധികമാക്കുന്നുണ്ട്. മറ്റൊന്നാണ് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. നമ്മൾ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇതിൽ ഫെർട്ടിലൈസേഷൻ പുറമെയാണ് നടക്കുന്നത്. ഇതിന് ശേഷമാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ശരീരത്തിനകത്തേക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ മതി. പക്ഷേ നമുക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാത്തതുകൊണ്ട് 2 or 3 എംബ്രിയോസ് സ്ത്രീ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ IVFൽ ട്വിൻസോ അതോ ട്രിപ്ലെറ്റ്സോ ഉണ്ടാവാനുള്ള സാധ്യതയും അധികമാണ്. കറുത്ത വർഗ്ഗക്കാരിലാണ് ഏറ്റവും കൂടുതൽ ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പം നൈജീരിയയിൽ ഏറ്റവും കൂടുതൽ ട്വിൻസ് ഉണ്ടെന്ന് പറയണത്. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഐഡൻറ്റിക്കലായിട്ടുള്ള ട്വിൻസ് ഉണ്ടാവണമെങ്കിൽ മേലിരിക്കുന്ന ആളെന്നെ വിചാരിക്കണം, അതായത് ദൈവം കടാക്ഷിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഒരു എംബ്രിയോയ്ക്കൊരു സ്പ്ലിറ്റൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുക. ഈ പുതുപുത്തനായിട്ടുള്ള അറിവുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കായിട്ടൊക്കെ ഷെയർ ചെയ്യാം. ബൈ ബൈ.